ആ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്ത് പ്രസവത്തിനിടെ ചികിത്സ കിട്ടാതെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. കാരയ്ക്ക മണ്ഡപത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഷമീനയുടെ ഭർത്താവ് നയാസിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിക്കാൻ നയാസ് ഷമീനയെ നിർബന്ധിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇത് സാധൂകരിക്കുന്ന മൊഴി ലഭിച്ചിട്ടുണ്ട്. നയാസിന്റെ ആദ്യ ഭാര്യയുടെ മകളെ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഹരിമോഹൻ തന്നെയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഹരി, ഇതെന്താണ് ഈ കേസ് എന്ന് പറയുന്നത്? ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന ആൾ ആരാണ്? എന്തിനാണ് കസ്റ്റഡിയിലെടുത്തത്? ഫാർഷ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഷമീന പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഇന്നലെ പ്രസവം വീട്ടിൽ വെച്ച് നടക്കുന്നതിനിടെയാണ് ഈ ഷമീനയും കുഞ്ഞും മരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. കാരയ്ക്ക മണ്ഡപത്താണ്, തിരുവനന്തപുരം നേമഭാഗത്തുള്ള കാരയ്ക്ക മണ്ഡപത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം നാട്ടുകാരാണ് വിവരം പോലീസിനെയൊക്കെ അറിയിക്കുന്നത്. പോലീസ് എത്തി കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ ഭർത്താവിൻ്റെ നിർബന്ധം ആണ് ഈ വീട്ടിൽ പ്രസവിക്കണം എന്നുള്ളത്. അങ്ങനെ വീട്ടിൽ പ്രസവിക്കുമ്പോഴായിരുന്നു ഈ ഉണ്ടായ കുട്ടിയും ഷമീനയും കുട്ടിയുടെ മാതാവും മരിക്കുന്നത്. രണ്ടുപേരും മരിക്കുകയായിരുന്നു. ഭർത്താവ് ഇത്തരത്തിൽ നിർബന്ധിച്ചു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലായി ഈ ഷമീന പലരോടും പറഞ്ഞിരുന്നതെന്നും അക്കാര്യമാണ് ബോധ്യപ്പെട്ടതെന്നും മറ്റു ചില ആളുകളുടെ മൊഴിയും കൂടിയുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ആശുപത്രിയിൽ പോകാതെ, പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ പോലും ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ തന്നെ ഷമീന തുടർന്നപ്പോൾ സമീപത്തുണ്ടായിരുന്ന ചില ആളുകളും അതുമാത്രമല്ല ആശാ വർക്കർമാരും ഒക്കെ വീട്ടിൽ ചെന്ന് ആശുപത്രിയിൽ പോകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. പക്ഷേ അവരോട് വളരെ മോശമായി പെരുമാറുകയായിരുന്നു. തങ്ങൾക്ക് പോകാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയായിരുന്നു. വളരെ മോശമായിട്ടാണ് സംസാരിച്ചതെന്നൊക്കെയുള്ള രീതിയിൽ ചില മൊഴികൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ മൊഴികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നയാസിന്റെ നിർബന്ധത്തെ തുടർന്നാണ് ഈ ആധുനിക ചികിത്സ കൊടുക്കാതെ ഈ സ്ത്രീക്ക് ഷമീനയ്ക്ക് ഇത്തരത്തിൽ ഒരു ദാരുണ അന്ത്യം സംഭവിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് പ്രാഥമികമായിട്ട് എത്തിയിട്ടുള്ളത്. ഇവർ പാലക്കാട് സ്വദേശികളാണ്. പാലക്കാട് നിന്ന് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നയാസ് ഇത്തരത്തിൽ പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം അതിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? അതായത് നയാസിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഷമീന. അവരുടെ 3 പ്രസവം കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഭാര്യയുടെ 4ാമത്തെ പ്രസവമാണ് ഇത് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ആദ്യ ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു മകൾ കൂടിയുണ്ട്. ആ മകൾ അക്യൂപങ്ചർ ചികിത്സ പഠിച്ചിട്ടുള്ള കുട്ടി കൂടിയാണ്. ഈ ഷമീനയ്ക്കും അക്യൂപങ്ചർ ചികിത്സയായിരുന്നു നയാസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതുമായി, ഈ ആദ്യ ഭാര്യയുടെ മകളുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അക്യൂപങ്ചർ ചികിത്സ മറ്റൊരാൾ കൂടി കൊടുത്തിരുന്നു എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. ഷിഹാബ് എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് സ്വദേശിയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ മൊഴികളെല്ലാം കൂടി ഒന്ന് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ വരും മണിക്കൂറുകളിൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുക. എന്തായാലും ഈ ആദ്യ ഭാര്യയിലെ മകളെ ചോദ്യം ചെയ്യാൻ ഏറെക്കുറെ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അവരെ വിളിച്ചു വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിൽ ആയിരിക്കുന്ന ഷമീനയുടെ ഭർത്താവ് നയാസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെയുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് വ്യക്തമാകുകയുള്ളൂ. ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.